ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നന്ദനയും സന്ധ്യയുമാണ്. അച്ഛനോട് ഞാൻ സംസാരിക്കാമെന്ന് നന്ദൻ പറയുമ്പോൾ സന്ധ്യ പറയുകയാണ്, അച്ഛനോട് ഇപ്പം എന്താണെങ്കിലും നന്ദൻ ഒന്നും സംസാരിക്കണ്ട. ഇപ്പം നന്ദൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയാലേ പിന്നെ നന്ദൻ്റെ കുടുംബം ഞാൻ തകർത്തു എന്ന വിധത്തിലായിരിക്കും എല്ലാവരും അത് പറഞ്ഞു പരത്തുന്നത്. അവന്തികയുമായുള്ള എല്ലാ ബാധ്യതകളും തീർത്തിട്ട് മാത്രം മതി നമ്മുടെ വിവാഹമെന്ന് സന്ധ്യ പറയുമ്പോൾ നന്ദൻ പറയുകയാണ്, സന്ധ്യ ആകെ ജീവിതം കൈവിട്ട അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനിയിപ്പോൾ സന്ധ്യയും കൂടി ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്നെ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് പോലും അറിയില്ല. നന്ദൻ ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നോക്ക്. ഡിവോഴ്സ് കഴിഞ്ഞ് നമുക്ക് കാര്യങ്ങളെല്ലാം തീരുമാനിക്കാമെന്ന് സന്ധ്യ പറയുന്നു. ഞാനൊരു ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാം, നന്ദൻ വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞുകൊണ്ട് സന്ധ്യ അവിടെ നിന്ന് പോകുമ്പോഴാണ് മൂർത്തിയും സംഘവും അങ്ങോട്ടേക്ക് എത്തുന്നത്. നന്ദനൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ നന്ദനെ അടിച്ച് താഴേക്കിടുകയും നന്ദൻ്റെ വയറ്റിൽ കത്തി കുത്തി ഇറക്കുകയും ചെയ്യുകയാണ് മൂർത്തി. ആ കാഴ്ചയും നന്ദൻ്റെ നിലവിളിയും കേട്ടുകൊണ്ട് ഓടി വരികയാണ് സന്ധ്യ. പിന്നീട് കാണിക്കുന്നത് മുറിയിൽ ടെൻഷനോടെ ഇരിക്കുന്ന അർച്ചനയാണ്. എടോ, താൻ ഇപ്പോഴും ആ കാര്യങ്ങളെല്ലാം ആലോചിച്ചിരിക്കുകയാണോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, അത് പിന്നെ അവധിഘട്ടത്തി അങ്ങനെയൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞാൽ എല്ലാവരും അത് സത്യമാണെന്നല്ലേ കരുതൂ. എടോ, അവധിഘട്ടത്തിൻ്റെ സ്വഭാവം തനിക്ക് അറിയാവുന്നതല്ലേ. ഈ വീടിൻ്റെ ഉള്ളിൽ താൻ ഭരിക്കുന്നതൊന്നും അവർക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. തന്നെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി അവരെന്ത് വേണമെങ്കിലും പറഞ്ഞു പരത്തും. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, ആരും വിശ്വസിച്ചില്ലെങ്കിലും അവരുടെയൊക്കെ ഉള്ളിൽ ഭയത്തിൻ്റെ ഒരു കണികയെങ്കിലും ഇപ്പോൾ ഉണ്ടായി കാണില്ലേ. എടോ, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകില്ല. താൻ എന്താണെങ്കിലും സമാധാനമായിട്ടിരിക്കാൻ സച്ചി പറയുമ്പോഴാണ് സച്ചിക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. എന്ത് സച്ചിയേട്ടാ, എന്തു പറ്റിയെന്ന് അർച്ചന ചോദിക്കുമ്പോൾ നന്ദേട്ടനെ ആരോ കൊല്ലാൻ ശ്രമിച്ചെന്നും നന്ദേട്ടനെ ആരൊക്കെ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു, നമുക്ക് പെട്ടെന്ന് പോകണമെന്ന് സച്ചി ടെൻഷനോടെ പറയുന്നു. ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. സച്ചിയേട്ടാ, എന്താണെങ്കിലും ഇത് അച്ഛനോട് ഇപ്പോൾ എടുത്തടിച്ച പോലെ പറയണ്ട, അച്ഛൻ തകർന്നു വീഴും. അതേപോലെ തന്നെ സ്നേഹിയും ഒരു അപകടം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ അവള്. സച്ചിയേട്ടൻ്റെ മനസ്സിന്റെ നിയന്ത്രണം വിട്ടു പോകാനേ പാടില്ല. ഞാൻ തന്നെ ഇതെല്ലാവരെയും സമാധാനമായി തന്നെ പറഞ്ഞു മനസ്സിലാക്കിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും കൂട്ടിക്കൊണ്ട് ഹാളിലേക്ക് പോവുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് തന്റെ മുറിയിൽ നിന്നും അണിഞ്ഞൊരുങ്ങുന്ന അവന്തികയാണ്. സിന്ദൂരം തൊടാൻ വേണ്ടി എടുക്കുന്ന അവന്തിക ഇനി ഇതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അത് തിരികെ വെക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തികയുടെ പ്രതിബിംബത്തെയാണ്. അവന്തികയെ, നീ ചെയ്തത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇത് എന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണെന്നും എന്താണെങ്കിലും ഈ നെല്ലിശ്ശേരി വീടിന്റെ മൂത്ത മരുമകളായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകണം. അതുകൊണ്ട് ഞാൻ ചെയ്തതെല്ലാം ശരി തന്നെയാ. മൂർത്തി ഇതിനോടകം തന്നെ അവന്റെ കഥ തീർത്തിട്ടുണ്ടാകും എന്നൊക്കെ അഹങ്കാരത്തോടെ പറയുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് അവന്തിക മൂർത്തിയെ വിളിക്കുന്നതാണ്. കാര്യങ്ങളെല്ലാം എന്തായെന്ന് ചോദിക്കുമ്പോൾ അവന്തിക മേഡം പറഞ്ഞേൽപ്പിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് മൂർത്തി പറയുന്നു. തുടർന്ന് നടന്ന കാര്യങ്ങളെല്ലാം മൂർത്തി പറയുമ്പോൾ ഇതെല്ലാം കേൾക്കുന്ന അവന്തികയ്ക്ക് സന്തോഷമാവുകയാണ്. അയാൾ എന്നിട്ട് മരിച്ചോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ കൊണ്ടുപോകാൻ നേരം ചെറിയ അനക്കമുണ്ടായിരുന്നെന്നും അവളുടെ നിലവിളി ഒന്ന് കാണേണ്ടതായിരുന്നെന്നും മൂർത്തി പറയുന്നു. എന്താണെങ്കിലും മൂർത്തി വെച്ചോ, ഈ വാർത്ത ഇവിടെ ആരും അറിഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നത്. ഞാനെന്താണെങ്കിലും ഒന്ന് കരയാൻ തയ്യാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക കോള് കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് നന്ദനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നതാണ്. ICUവിന്റെ പുറത്തു നിന്ന് പൊട്ടിക്കരയുന്ന സന്ധ്യയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അവന്തിക മൂർത്തിയെ വിളിക്കുന്നതാണ്. ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാനായി മൂർത്തിയോട് പറയുമ്പോൾ അത് പ്രശ്നമാകില്ലേ എന്ന് മൂർത്തി ചോദിക്കുന്നു. ഒരു പ്രശ്നവുമാകില്ല, പോലീസുകാരെല്ലാം നമ്മുടെ ഭാഗത്താണ്. ഞാനിപ്പോ തന്നെ സഹീറ തങ്ങളെ വിളിച്ച് കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചോളാം, അവര് നമ്മുടെ ഭാഗത്ത് മാത്രമേ നിൽക്കൂ. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക കോള് കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും കൂടി സേതുമാധവന്റെ അടുത്തേക്ക് പോകുന്നതാണ്. അച്ഛനൊന്ന് റെഡിയാക്ക്, നമുക്കൊന്ന് പുറത്തേക്ക് പോകാമെന്ന് സച്ചി പറയുമ്പോൾ ഞാൻ വരുന്നില്ലെന്ന് സേതു പറയുന്നു. നമുക്ക് സിറ്റി ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം അച്ഛാ, നന്ദേട്ടൻ അവിടെയാണുള്ളതെന്ന് അർച്ചന പറയുന്നു. അവനെന്തിനാ ഹോസ്പിറ്റലിൽ പോയത്, അതോ അവനെന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്ന് സേതുമാധവൻ ചോദിക്കുന്നു. അതച്ചാ, ഒരു ചെറിയ അപകടം പറ്റിയെന്ന് സച്ചി പറയുമ്പോൾ എന്റെ നന്ദേട്ടന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അവന്തിക. അച്ഛാ, ആരൊക്കെ ചേർന്ന് നന്ദേട്ടനെ കൊല്ലാൻ ശ്രമിച്ചെന്ന് സച്ചി പറയുമ്പോൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് താഴേക്ക് വീഴുകയാണ് സേതുമാധവൻ. തുടർന്ന് അവന്തിക പറയുകയാണ്, ഈ അർച്ചന എന്ന് ഗർഭിണിയായോ അന്നു മുതലാണ് ഈ വീടിന്റെ കാലദോഷം തുടങ്ങിയത്. സ്നേഹയുടെ കുഞ്ഞു പോയി, ഇപ്പൊ കണ്ടില്ലേ, നന്ദേട്ടന് ആക്സിഡന്റ് ഉണ്ടായി. ഇനി ആർക്ക് എന്താണ് വരുന്നതെന്ന് ആർക്കും തന്നെ പ്രവചിക്കാൻ പോലും സാധിക്കില്ലെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് അവന്തിക. സച്ചി, എനിക്ക് എന്റെ നന്ദേട്ടനെ കാണണം, എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞുകൊണ്ട് കരയുകയാണ് അവന്തിക. അങ്ങനെ സേതുമാധവനെ കൂട്ടിക്കൊണ്ട് അർച്ചനയും സച്ചിയും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അവന്തികയും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.